ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സിംപ്ലി അമൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം SSD-കളാണ്. SSD-കളുടെ വില കുത്തനെ ഉയരുന്നതിനൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന ഒരു SSD ആണ്. അതെ, ഇതൊരു പെൻഡ്രൈവ് അല്ല, സത്യം പറഞ്ഞാൽ ഇതൊരു SSD ആണ്. സത്യം പറഞ്ഞാൽ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യമേ ഇത് കണ്ട സമയത്ത്. സോ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് സാൻഡിസ്കിൻ്റെ USB 3.0 വരുന്ന ഒരു പെൻഡ്രൈവ് ആണ്. ഇത് Seagateൻ്റെ 1000 Mbps റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്ന SSD ആണ്. ശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയെ. സോ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ SSD-യുടെ പ്രൈസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു 1 TB SSD ഏത് ബ്രാൻഡിൻ്റെ ആയിക്കോട്ടെ ഒരു 7 to 8 അല്ലെങ്കിൽ ഒരു 7 to 9 മാക്സിമം 7 to 9,000 ആയിരിക്കുമല്ലോ, ആയിരിക്കും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഞാനും വാങ്ങിയിട്ടുള്ള ഒരു 1 TB SSD ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു 7,500 അതിനായിരുന്നു. ഇപ്പം ആ സെയിം SSD നിങ്ങൾ പ്രൈസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 10 to 12,000 അല്ലെങ്കിൽ 10 to 14,000 വരെ വരുന്ന SSD-കളുണ്ട് 1 TB. അതും 800 Mbps റീഡർ ആയിട്ടുള്ള സാൻഡിസ്കിൻ്റെ ഒരു SSD ഉണ്ട്. അത് വരുന്നത് 13,000 റുപ്പീസിനാണ്. സോ SSD-യുടെ പ്രൈസസ് ഒക്കെ കുത്തനെ കയറുകയാണ്. കാരണം കിട്ടാനില്ല സാധനം ഇവിടെ. എന്ന് പറഞ്ഞാൽ എയുടെ യൂസേജ് വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ ഇത് അവൈലബിൾ ആവുന്നില്ല. സോ അങ്ങനെ ഒരു യൂസ് കേസിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഐറ്റം ബെസ്റ്റാണ്. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു പെൻഡ്രൈവ് പോലെ നിങ്ങൾക്ക് കുത്തി യൂസ് ചെയ്യാം. വയറില്ല, എക്സ്ട്രാ എന്താ പറയുക, ഇത് എവിടെയും സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ട. നിങ്ങൾ ലാപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. സോ ഇതിൽ IP58 വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല, IP58 സ്പ്ലാഷ് പ്രൂഫ് ആണ് ഇതിൽ വരുന്നത്. സോ അല്ലറ ചില്ലറ വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾ വീണാൽ വലിയ കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒഴിച്ചു നോക്കിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുക, അതേപോലെ ഇത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, ഇതിൻ്റെ കോപ്പിംഗ് സ്പീഡ് എത്രയാണ്, പേപ്പറിലല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് അതിലേക്ക് പോകാം. ഇതൊരു 117.97 സൈസുള്ള ഫയലാണ്. സോ ഇത് ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. SSD ഓൾറെഡി കണക്ട് ചെയ്തേക്കാണ്. അതെ, കോപ്പി ചെയ്യാൻ പോവാണ്. അതെ, 117.97 GB ഉണ്ട് ടോട്ടൽ ഫയൽ. അപ്പം ഏകദേശം എബൌട്ട് 3 minutes ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 7:10 നമുക്ക് നോക്കാം. സോ ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ആറായി. ഇപ്പോൾ സമയം ഏകദേശം 7:13 അവർ പറഞ്ഞ പോലെ തന്നെ 3 മിനിറ്റിനകത്ത് സാധനം ഫിനിഷ് ആവാൻ പോകുന്നു. പക്ഷേ 7:13 കഴിഞ്ഞ് 7:14 പോട്ടെ നോക്കുക, ഒരു 4 മിനിറ്റ് എക്സ്ട്രാ കൂട്ടിക്കും. എന്നാലും അത്യാവശ്യം നല്ല സ്പീഡുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ റിയൽ ലൈഫ് യൂസേജ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഇതേ കോപ്പിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഓവർ ഹീറ്റ് ആയോ ഇല്ലയോ നോക്കാം. പിന്നെ ഇജക്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ അതെ നോർമൽ ടെമ്പറേച്ചറേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോർമൽ യൂസേജിനും ഇതേപോലുള്ള വർക്ക്സുകൾക്കായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ, ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എക്സ്ട്രാ കേബിൾ ഇല്ല. പിന്നെ ഇതിൽ ബാക്കിൽ ഒട്ടിച്ചൊന്നും വെക്കേണ്ട. നേരത്തെ SSD-യിൽ കുത്തി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു പൗച്ചൊക്കെ ആഡ് ചെയ്തിട്ട് അത് ഒട്ടിച്ചൊക്കെ വെച്ച് ചെയ്യാമായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുത്താ ചെയ്യുക. പിന്നെ ഇത് ഇതുണ്ടോ, എക്സ്ട്രാ ഒരു കേസ് പോലൊരു സാധനം ഉണ്ട്. ഞാൻ അത് കാണിച്ചിട്ടില്ല, അതേ കാണിച്ചിട്ടുണ്ടോ. ഒരു മിനിറ്റ് ഈ സാധനം കണ്ടോ, ഇത് നിങ്ങൾക്ക് ആക്ച്വലി റിമൂവ് ചെയ്യാൻ പറ്റും. പറഞ്ഞത് ഇനി ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ തന്നെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ വെന്റിലേഷൻ നിങ്ങൾക്ക് SSD-ക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ. അപ്പോൾ ഇത്രയുള്ള സാധനം അപ്പം ആർക്കെങ്കിലും ഇത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഇതേപോലുള്ള കണ്ടൻസും ഇതേപോലുള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ ഫോളോയും ചെയ്തേക്കുക. സോ ദിസ് ഇസ് സിംപ്ലി അമൽ ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം.